എല്ലാവർക്കും സ്പിരിച്വൽ ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ശ്രീ പാർവതി വലിച്ചെറിഞ്ഞ ദേവകിയമ്മയുടെ ശരീരം ഒറ്റനോട്ടത്തിൽ തന്നെ അയാൾ തിരിച്ചറിഞ്ഞു. അഫിയെ പിന്തുടർന്നെത്തിയ കൃഷ്ണമേനോൻ ആ കാഴ്ച കണ്ട് ഒന്ന് നടുങ്ങി. ദേവകി, അയാൾ ഉറക്കെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി. ദേവകിയമ്മയുടെ അടുത്തേക്ക് എത്തും മുൻപേ അഭിമന്യു കൃഷ്ണമേനോനെ തടഞ്ഞു. വല്യച്ഛൻ എവിടെ ഇരിക്കും, ഞാൻ നോക്കാം. അയാൾ മേനോനെ അടുത്തു മറിഞ്ഞു കിടന്ന ഒരു മരത്തിൻ്റെ തടിയിലിരുത്തിയ ശേഷം കമിഴ്ന്നു കിടന്ന ദേവകിയമ്മയുടെ ശരീരത്തിൽ ഒന്ന് തൊട്ടു. തീയിൽ തൊട്ട പോലെ അവൻ കൈവലിച്ചു. അവരുടെ ശരീരം തണുത്ത് മരവിച്ചിരുന്നു. വിറയാർന്ന കൈകളോടെ അഫി ആ ശരീരം നേരെ കിടത്തി. പൊടുന്നനെ ഞെട്ടി പിന്നോട്ട് മറിഞ്ഞു. കൃഷ്ണമേനോൻ ഓടിയെത്തി. ഒരു വട്ടം മാത്രമേ അയാൾ ദേവകിയമ്മയുടെ മുഖത്തേക്ക് നോക്കിയുള്ളൂ. അയാൾ അലറി വിളിച്ചുകൊണ്ട് മണ്ണിലേക്ക് കുഴഞ്ഞു വീണു. അയാളുടെ ആർത്തനാദം അവിടെയാകെ ഉയർന്നു പൊങ്ങി. അതേസമയം കാളകെട്ടി ഇല്ലത്തെ മന്ത്രക്കളത്തിൽ മഹാകാളിക്കുള്ള പൂജയിലായിരുന്നു ശങ്കരനാരായണ തന്ത്രികൾ. വലിയ ഹോമകുണ്ഡത്തിലേക്ക് നെയ്യൊഴിച്ച് അഗ്നി ജ്വലിപ്പിച്ചു തന്ത്രികൾ. അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നുയരുന്ന മന്ത്രജപങ്ങൾ മാത്രം അവിടെ ഉയർന്നു നിന്നു. തൻ്റെ സമീപം വെച്ചിരുന്ന വലിയ വട്ടളത്തിലെ ജലത്തിലേക്ക് ജപിച്ച പുഷ്പവും അരിയുമിട്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചു തന്ത്രി. ശേഷം കണ്ണു തുറന്ന് ആജ്ഞാനുവർത്തിയായ ദേവദത്തനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ അയാൾ അവിടെ നിന്നും പിന്നോട്ട് മാറി. തന്ത്രികൾ ഒരിക്കൽ കൂടി ജലത്തിലേക്ക് നോക്കി മന്ത്രം ചൊല്ലി. വട്ടളത്തിലെ ജലമൊന്നിളകി. നീണ്ട കോമ്പല്ലുകളും രക്തം കിനിയുന്ന നാവും വികൃതമായ മുഖവുമായി ക്രൂരമായ ചിരിയോടെ ശ്രീപാർവതി എന്ന രക്തരക്ഷസിൻ്റെ മുഖം ജലത്തിൽ തെളിഞ്ഞു വന്നു. തൻ്റെ ഒരു ശത്രുവിനെ ഇല്ലായ്മ ചെയ്തതിൻ്റെ സന്തോഷം അവളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ശ്രീപാർവതി, അടങ്ങിക്കൊള്ളുക. നീ മരിച്ചു കഴിഞ്ഞു. മരിച്ചവർക്ക് ഇഹത്തിൽ സ്ഥാനമില്ല. എൻ്റെ ബന്ധനത്തിൽ നിന്ന് നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെ നമുക്കറിയാം. വീണ്ടും ബന്ധനത്തിൽ കഴിയേണ്ട എന്നുണ്ടെങ്കിൽ മടങ്ങിക്കോ, തന്ത്രികൾ അവളെ നോക്കി പറഞ്ഞു. തന്ത്രിയുടെ വാക്കുകൾക്ക് മറുപടി പോലെ ആർത്തു ചിരിച്ചു ശ്രീപാർവതി. തന്ത്രികളെ, നിങ്ങൾക്കിനി എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കണ്ടില്ലേ, എൻ്റെ ഒരു ശത്രുവിനെ ഞാൻ ഇല്ലാതാക്കി. അതുപോലെ എന്നെയും എൻ്റെ കുടുംബത്തെയും ദ്രോഹിച്ച എല്ലാവരെയും ഞാൻ കൊല്ലും. എന്നിട്ടേ അടങ്ങും ഈ ശ്രീപാർവതി. ശങ്കരനാരായണ തന്ത്രികൾ കോപം കൊണ്ട് വിറച്ചു. അടങ്ങിക്കോ നീ, ഇല്ലയാച്ചാൽ ആവാഹിച്ച് ബന്ധിക്കുകയല്ല, ദഹിപ്പിച്ചു കളയും ഞാൻ. നിനക്കറിയാലോ എന്നെ. ശ്രീപാർവതി പുച്ഛം കലർന്ന മുഖഭാവത്തിൽ തന്ത്രികളെ നോക്കി ഒന്ന് ചിരിച്ചു. ശങ്കരനാരായണ തന്ത്രികളെ, നിങ്ങളുടെ മന്ത്രങ്ങൾക്ക് എന്നെ അടക്കാൻ കഴിയില്ല. വെറുമൊരു ആത്മാവല്ല ഞാൻ. അമാവാസിയിലെ 3-ാം പാദത്തിൽ തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ച ആൺതരിയുടെ കൈവിരലിലെ രക്തം കൊണ്ടാണ് എൻ്റെ മോചനം. അതോടെ ഞാൻ രക്തരക്ഷസായി. ഇനി എന്നെ തളയ്ക്കുക അസാധ്യം, അവൾ രോഷം കൊണ്ട് കിതച്ചു. മതി, നിർത്തു നിന്റെ ജൽപ്പനങ്ങൾ. തന്ത്രി കൈ ഉയർത്തി. നീ പറഞ്ഞത് ശരിയാണ്. എനിക്ക് നിന്നെ ബന്ധിക്കാൻ സാധിക്കില്ല. എന്നാൽ എൻ്റെ ഉണ്ണി നിന്നെ ആവാഹിക്കും. ഇല്ല, അതിനു മുൻപ് തന്നെ എൻ്റെ ലക്ഷ്യം ഞാൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ആർക്കും എന്നെ തടയാൻ കഴിയില്ല. എൻ്റെ ലക്ഷ്യത്തിന് തടസ്സം നിന്നാൽ അവരുടെയൊക്കെ സർവനാശമാവും ഫലം. അവൾ പറഞ്ഞു തീർന്നതും വട്ടളത്തിലെ ജലം അതിശക്തമായി കറങ്ങാൻ തുടങ്ങി. ശങ്കരനാരായണ തന്ത്രികൾ കണ്ണടച്ച് ധ്യാനത്തിൽ മുഴുകി. പൊടുന്നനെ ജലം നിശ്ചലമായി. ശ്രീപാർവതി പോയിക്കഴിഞ്ഞുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. 3-ാം യാമത്തിൻ്റെ തുടക്കം അറിയിച്ചുകൊണ്ട് എവിടെയോ ഒരു പാതിരാക്കോഴി കൂവി. തന്ത്രിയുടെ മാതൃകപ്പുരയിൽ മന്ത്രോച്ചാരണങ്ങൾ ഉയർന്നു. എല്ലാത്തിനും സാക്ഷിയായി ദേവദത്തനും പ്രകൃതിയും മാത്രം. മഹാകാളിക്കുള്ള കുരുതിയും മറ്റു കർമ്മങ്ങളും കഴിച്ച് കഴിഞ്ഞപ്പോൾ സമയം ബ്രഹ്മയാമം പൂർണ്ണമായി. ശങ്കരനാരായണ തന്ത്രികൾ വിയർപ്പിൽ മുങ്ങിക്കൊള്ളിച്ചു.
അമ്മേ, ആദിപരാശക്തി കാത്തു രക്ഷിക്കണേ. അദ്ദേഹം ദേവീ വിഗ്രഹത്തിന് മുൻപ് സാഷ്ടാംഗം വീണു. ദേവ, മടങ്ങ. ശിരസ് കുലുക്കിക്കൊണ്ട് ആജ്ഞാനുവർത്തിയായ ദേവദത്തൻ കുത്തുവിളക്കെടുത്ത് വഴികാട്ടി. മാന്ത്രികപ്പുരയ്ക്ക് പുറത്തു കിടന്നതും തന്ത്രിയുടെ മേൽമുണ്ട് ആരോ തള്ളിയിട്ടതുപോലെ താഴേക്ക് വീണു. ദേവദത്തൻ മേൽമുണ്ടെടുക്കാൻ കുനിഞ്ഞതും തന്ത്രികൾ അയാളെ പിന്നോട്ട് വലിച്ചു. അരുതുകുട്ടി, അതിൽ തുടരുത്. ദേവദത്തന് ഒന്നും വ്യക്തമായില്ല. അതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുക, അദ്ദേഹം അവനോട് നിർദ്ദേശിച്ചു. അയാൾ സൂക്ഷിച്ചു നോക്കിയത് മേൽമുണ്ടൊരു വലിയ കരിനാഗമായി മാറി. ഞെട്ടി പിന്നോട്ട് മാറി ദേവദത്തൻ. അയാൾ ആശ്ചര്യത്തോടെ, അതിലുപരി ഭയത്തോടെ താന്ത്രികളെ നോക്കി. കരിനാഗം തലയുയർത്തി പത്തി വിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. അതിൻ്റെ ശീൽക്കാരം രാത്രിയുടെ നിശബ്ദതയെ തുളച്ചിറങ്ങി. ഒന്നും മിണ്ടാതെ ചെറിയൊരു ചിരിയോടെ ചുറ്റും കണ്ണോടിച്ചു മഹാമാന്ത്രികനായ ശങ്കരനാരായണ തന്ത്രികൾ. ഇല്ലത്തിൻ്റെ പടുകൂറ്റൻ മതിലിന് മുകളിൽ കൂടി ഒരു കടവുവാൽ ചാഞ്ഞു പറന്നു. അടുത്തു നിന്ന വലിയ അരയാലിൻ്റെ മുകളിലിരുന്ന രാത്രിയുടെ കാവൽക്കാരായ മൂങ്ങകൾ ഒരു പ്രത്യേക ശബ്ദത്തിൽ മൂളാൻ തുടങ്ങി. അവ തല തോളിന് മുകളിലൂടെ തിരിച്ച് താഴെ നടക്കുന്ന സംഭവങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരുന്നു. വന്നുമില്ലേ? കളിച്ച് കളിച്ച് എന്നോടായി കളി. നടക്കട്ടെ ദേവ, പകൽ ഭക്ഷണത്തിന് ഒരില അധികമാവാം. അതിഥിയല്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അയാൾ സഹായിയെ നോക്കി. കാര്യമൊന്നും തിരിയാതെ കണ്ണുമഴിച്ചു നിന്നു ദേവൻ. അയാളുടെ കണ്ണും ചിന്തയും കരുനാഗത്തിലായിരുന്നു. കൊടിയ മാന്ത്രികന്മാരായ കാളകെട്ടി ഇല്ലക്കാരോട് ആരാണ് എതിർനിൽക്കാൻ? അയാളുടെ മനസ്സ് അസ്വസ്ഥമായി. ആരുടെ കാര്യമാണ് തിരുമേനി പറഞ്ഞത്? എനിക്കങ്ങോട്ട്. അയാൾ തന്ത്രികളെ ഒന്ന് നോക്കി. വഴിയെ മനസ്സിലാവും. അദ്ദേഹം അത്രയും പറഞ്ഞുകൊണ്ട് വീണ്ടും നാഗത്തിനു നേരെ തിരിഞ്ഞു. നാഗം അപ്പോഴും അവരെ നോക്കി ചീറ്റിക്കൊണ്ടിരുന്നു. ഹൈ, ഇപ്പോൾ എന്താ ചെയ്യുക? എൻ്റെ മേൽമുണ്ടില്ലാണ്ട് ഞാൻ പോവില്ല. അപ്പോൾ പിന്നെ ഇവനെ അങ്ങോട്ട് എടുക്കാം അല്ലേ ദേവ? തന്ത്രി ദേവനെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഉത്തരമില്ലാതെ പകച്ചു നിന്നു ദേവദത്തൻ. തന്ത്രികൾ ചെറുചിരിയോടെ ആ ഉഗ്രസർപ്പത്തെ കടന്നു പിടിച്ചു. കരിനാഗം തന്ത്രിയുടെ കയ്യിൽ കിടന്ന് ചീറ്റിപ്പിടഞ്ഞു. അദ്ദേഹം അതിൻ്റെ നടുവിൽ പിടിച്ച് അന്തരീക്ഷത്തിൽ ഒന്ന് കുടഞ്ഞിട്ട് തോളിലേക്കിട്ടു. ദേവദത്തന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. ഉഗ്രവിഷമുള്ള കരിനാഗ് തന്ത്രിയുടെ തോളിൽ നിന്നും ഊർന്നു വീണ മേൽമുണ്ടായി മാറിയിരിക്കുന്നു. യാതൊരു ഭാവഭേദവും കൂടാതെ ഇല്ലത്തേക്ക് നടന്നു. കൺമുൻപിൽ കണ്ടത് സത്യമോ മിഥ്യയോ എന്നറിയാതെ ദേവദത്തൻ തന്ത്രിയെ അനുഗമിച്ചു. ഇടയ്ക്കിടെ അയാൾ അല്പം ഭയത്തോടെ തന്ത്രിയുടെ മേൽമുണ്ടിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. നടക്കും വഴി മംഗലത്ത് തറവാട്ടിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ, ദേവകിയമ്മയുടെ പടുമരണവുമൊക്കെ തന്ത്രികൾ ദേവനെ അറിയിച്ചു. അപ്പോൾ ഇനി ദേവദത്തൻ പകുതിക്ക് നിർത്തി. വരട്ടെ, നോക്കാം. ശ്രീപാർവതി അതീവ ശക്തിശാലിയാണ്. അപ്പോൾ ഉണ്ണിത്തിരുമേനിക്ക് അവൾ എന്തെങ്കിലും ഉപദ്രവം വരുത്തുമോ? ദേവൻ്റെ സന്ദേഹം വർദ്ധിച്ചു. ഒരിക്കലുമില്ല. ഉണ്ണിയെ എന്നല്ല, എന്നെയോ തന്നെയോ ഉപദ്രവിക്കണമെന്ന് അവൾക്കില്ല. ഇനിയിപ്പോൾ അങ്ങനെയുണ്ടെങ്കിലും അവൾക്കതിനുള്ള ശക്തിയുമില്ല. ഇനി ആരെയും കൊല്ലാൻ അവളെ ഞാൻ അനുവദിക്കില്ല. തന്ത്രികൾ അത് പറഞ്ഞതും ഒരു പല്ലി എങ്ങോ നിന്നോ അവർക്ക് മുൻപിലേക്ക് വീണു. തന്ത്രിയുടെ മുഖം വലിഞ്ഞു മുറുകി. താഴെ വീണ പല്ലി തെക്കേ തൊടിയിലേക്ക് പാഞ്ഞു പോകുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അമ്മേ ദേവി, അടിയന് നാവ് പിഴ വന്നുവോ? എന്തേ ഇപ്പോൾ ഇങ്ങനെയൊരു ദുർനിമിത്തം? അയാൾ മുകളിലേക്ക് നോക്കി കണ്ണടച്ചു. ശേഷം കണ്ണു തുറന്ന് ദേവനോട് പത്തായപുരയിലേക്ക് മടങ്ങിക്കൊള്ളാൻ അറിയിച്ചു. ദേവദത്തൻ പത്തായപുരയുടെ അകത്തേക്ക് പ്രവേശിച്ച ശേഷമാണ് തന്ത്രി ഇല്ലത്തിലേക്ക് മടങ്ങിയത്. പൂമുഖത്തേക്ക് കാലെടുത്ത് വയ്ക്കാൻ തുടങ്ങിയിട്ട് അദ്ദേഹം അവിടെ നിന്നു. പിന്നിലൊരു കാൽപെരുമാറ്റം കേട്ട് തന്ത്രി നിന്നു. ദേഹശുദ്ധി വരുത്തിയിട്ട് അകത്തേക്ക് വന്നോളൂ, തന്ത്രി തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. കാൽപെരുമാറ്റം കുളപ്പുരയിലേക്ക് നീങ്ങുന്നത് അദ്ദേഹം അറിഞ്ഞു. അകത്ത് കിടന്ന ശങ്കരനാരായണ തന്ത്രികൾ പൂജാമുറിയിലെ വിളക്കുകൾ തെളിയിച്ചു. കെടാവിളക്കിൽ എണ്ണ പകർന്ന് തൊഴുതു നിന്നു അദ്ദേഹം.
തന്ത്രിയുടെ പുറകിലായി മറ്റൊരാൾ കൂടി അപ്പോൾ സ്ഥാനം പിടിച്ചു. പതിയെ ഒരു കൈ തന്ത്രിയുടെ തോളിന് നേരെ ഉയർന്നു. എന്താ ദേവ, തൻ്റെ ഭയം ഇതുവരെ മാറിയില്ലേ? തന്ത്രി തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു. അല്ല തിരുമേനി, അത് പിന്നെ. ഏത് പിന്നെ? തന്ത്രി പതിയെ തലതിരിച്ച് ദേവനെ നോക്കി. തിരുമേനി ആ മേൽമുണ്ട് നാഗമാവുന്നേ കണ്ടു. പിന്നെ തിരുമേനി അതിനെ വീണ്ടും പഴയ പോലെ ആക്കി. അതുകൊണ്ട് തന്ത്രികൾ അടുത്ത ചോദ്യം ഉന്നയിച്ചു. അല്ല, എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു വല്ലായിക, അതാണ് ഒന്നുകൂടെ നോക്കാമെന്ന് കരുതിയേ. ഇപ്പോൾ സന്ദേഹം മാറിയോ? തന്ത്രി ചോദിച്ചു തീരും മുൻപേ പിന്നിൽ നിന്ന് മറ്റൊരു ചോദ്യമുയർന്നു. എന്താ ദേവേട്ട സന്ദേഹം? പിന്തിരിഞ്ഞു നോക്കിയ ദേവദത്തൻ്റെ കണ്ണുകളിൽ ആശ്ചര്യം മിന്നിമാഞ്ഞു. ഉണ്ണിത്തിരുമേനി. അയാളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അപ്പോൾ ഇതാണ് അങ്ങ് പറഞ്ഞ ആ അതിഥി അല്ലേ? ദേവദത്തന് സന്തോഷമടക്കാൻ കഴിഞ്ഞില്ല. തന്ത്രികൾ ചിരിക്കുക മാത്രം ചെയ്തു. ഉണ്ണിത്തിരുമേനി ശങ്കരനാരായണ തന്ത്രിയുടെ കാതൊട്ട് തൊഴുതു. പിന്നെ ദേവിയെയും. അടുത്തിരുന്ന തട്ടത്തിൽ നിന്ന് ഒരു നുള്ള് കുങ്കുമമെടുത്ത് മകൻ്റെ നെറ്റിയെ ചാത്തി അദ്ദേഹം. എന്തേ വരാത്തയെന്ന് സന്ദേഹമുണ്ടായിരുന്നു. എന്നാൽ വരവ് തന്നെ അച്ഛനെ പരീക്ഷിച്ചു കൊണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ദേവനൊരു ചെറുചിരിയോടെ പറഞ്ഞു. പടിപ്പുരയിൽ എത്തിയപ്പോഴേ ഞാൻ കണ്ടു അച്ഛനും ദേവേട്ടനും മാന്ത്രികപ്പുരയുടെ അടുത്ത് നിൽക്കുന്നത്. ഇപ്പോൾ ചുമ്മാ ഒരു കുസൃതി, ഇത്ര തന്നെ. ഞാൻ ശരിക്കും ഭയന്നു. ഇനിയിപ്പോൾ രക്ഷസിൻ്റെ കളിയാണോ എന്നായിരുന്നു ചിന്ത. എല്ലാം കേട്ട് മിണ്ടാതെ നിന്ന ശങ്കരനാരായണ തന്ത്രികൾക്ക് മകൻ്റെ കഴിവുകളിൽ നിറഞ്ഞ സന്തോഷമായിരുന്നു. ദേവി, എന്നേക്കാൾ വലിയവനായി എൻ്റെ ഉണ്ണി മാറണം. ഇല്ലത്തിൻ്റെ മഹിമ വാനോളം ഉയർത്താൻ അവനെ പ്രാപ്തനാക്കണം. തന്ത്രി മനമുരുകി പ്രാർത്ഥിച്ചു. ഇനി വിശേഷങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം. ദേവ, രാവിലെ ഒരു യാത്രയുണ്ട്. വേണ്ട ഒരുക്കങ്ങൾ നടത്തുക. ദേവദത്തൻ മടങ്ങിയതോടെ തന്ത്രി മകനെ നോക്കി. ഉണ്ണി, നിന്നെ ഇങ്ങോട്ട് വരുത്തിയത് എന്തിനാണെന്ന് നിശ്ചയമുണ്ടോ? അച്ഛൻ ബന്ധിച്ച ആ ദുരാത്മാവ് മോചനം നേടി, അതും രക്തരക്ഷസായിട്ട്. അത് തന്നെ. ഇനി അവളെ ബന്ധിക്കാൻ ഉണ്ണിക്ക് സാധിക്കും. അറിയാലോ, അഭയം ചോദിച്ച് ഈ പഠിക്കൽ വന്ന ആരെയും ഇന്നേ വരെ നിരാശരാക്കി അയച്ച പാരമ്പര്യമില്ല. അറിയാമച്ച, പക്ഷേ ഒരാൾ കൊല്ലപ്പെട്ടുല്ലേ? അതെ, ലക്ഷണങ്ങൾ കണ്ടിരുന്നു. പക്ഷേ ഞാൻ നിസ്സഹായനായിപ്പോയി. ഇന്നത്തെ പൂജയിൽ അവളുടെ വിശ്വരൂപം ഞാൻ കണ്ടു. ഇനി 45 നാൾ, അത് കഴിഞ്ഞാൽ അവളെ ബന്ധിക്കണം. മരണം നടന്നതുകൊണ്ട് മംഗലത്ത് പൂജ നടത്തണമെങ്കിൽ 45 നാൾ കഴിഞ്ഞേ സാധിക്കൂ. അതുവരെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടത് ഉണ്ണി ചെയ്തു കൊടുക്കണം. എല്ലാം കേട്ട് ശിരസ വഹിച്ചു ഉണ്ണി. അതേസമയം വള്ളക്കടത്ത് ഗ്രാമത്തിൽ കാട്ടുതീ പോലെ ദേവകിയമ്മയുടെ മരണവാർത്ത പരന്നു. അറിഞ്ഞവർ മംഗലത്തേക്ക് കുതിച്ചു. പലരും പലതും പറഞ്ഞു. കഴുത്തിൽ ആഴത്തിൽ മുറിവുകളുണ്ട് പോലും. സംശയം വേണ്ട, പുലി തന്നെ. ചായക്കടയിലെ അപ്പുനായർ ചർച്ചയ്ക്ക് തുടക്കമിട്ടു. ഒന്ന് പോൻ്റെ അപ്പുവേട്ടാ, ഇതൊന്നും അല്ല എന്ന് യക്ഷി പിടിച്ചു എന്നൊരു ശ്രുതിയുണ്ട്. അപ്പുനായരുടെ വാദത്തിന് മൊയ്തു ഹാജി മറുവാദം ഉന്നയിച്ചു. എന്തായാലും കഷ്ടമുണ്ട്. കഷ്ടമൊന്നുമില്ല, ആയ കാലത്ത് കുറേ ചെയ്തില്ലേ, അതിൻ്റെ ഫലം അനുഭവിക്കാതെ പോകൂ. അപ്പുനായർ ഏറ്റുപിടിച്ചു. അതെ, അതെന്നെ. കേൾവിക്കാർ അപ്പുനായരെ അനുകൂലിച്ചു. ജനസമുദ്രം കൊണ്ട് മംഗലത്ത് തറവാടും പരിസരവും നിറഞ്ഞു. ദേവകിയമ്മയുടെ ശരീരം പൂമുഖത്ത് കിടത്തിയിരിക്കുന്നു. അഭിയും മറ്റ് ബന്ധുക്കളും അടുത്തിരുന്നു. കൃഷ്ണമേനോൻ ചാരുകസേരയിൽ തളർന്നിരുന്നു. കുമാരൻ അടുത്തു തന്നെ നിലയുറപ്പിച്ചു. ആളുകൾ വന്നും പോയുമിരുന്നു. ബലികർമാദികൾ കഴിക്കാൻ മക്കളാരും തന്നെ ഇല്ലാതിരുന്നതിനാൽ അഭിമന്യുവാണ് അത് ചെയ്തത്. വല്യച്ച, എടുക്കാനായി. അഭി കൃഷ്ണമേനോൻ്റെ ചുമലിൽ തൊട്ടു. അയാൾ അഭിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. പിന്നെ പതിയെ എഴുന്നേറ്റു. മുന്നോട്ട് നടക്കുമ്പോൾ തൻ്റെ കാലുകൾക്ക് ബലം നഷ്ടപ്പെടുന്നത് അയാൾ അറിഞ്ഞു. ഒരു ബലത്തിനെന്ന പോലെ മേനോൻ കുമാരൻ്റെ കയ്യിൽ പിടിച്ചു. തിരുമേനി പറഞ്ഞത് സത്യമായില്ലേ കുമാര? മുന്നോട്ട് നടക്കുമ്പോൾ ഇടറിയ ശബ്ദത്തിൽ അയാൾ കാര്യസ്ഥനോട് ചോദിച്ചു. ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല കുമാരന്. മരണവീടായതുകൊണ്ട് കാളകെട്ടിയിൽ നിന്ന് ദേവദത്തൻ മാത്രം മംഗലത്തെത്തി അനുശോചനം അറിയിച്ചു മടങ്ങി. ദേവകിയമ്മയുടെ ചിതയ്ക്ക് തീപിടിച്ചു തുടങ്ങിയതോടെ ആളുകൾ മടങ്ങി.
വല്യേച്ച, അഭിമന്യു കൃഷ്ണമേനോനെ നോക്കി. ആ, മടങ്ങാം. എല്ലാവരും പോയില്ലേ? കുമാര, ഉണ്ണിയെയും ലക്ഷ്മിയെയും കൂട്ടി മടങ്ങിക്കോളൂ. ഞാൻ അല്പസമയം ഇവിടെ നിൽക്കട്ടെ. അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന് അഭിക്ക് മനസ്സിലായി. അവർ തറവാട്ടിലേക്ക് മടങ്ങി. ആളിക്കത്തുന്ന ചിത നോക്കി നിൽക്കെ കൃഷ്ണമേനോൻ്റെ മനസ്സ് മറ്റൊരു ചിത എരിയുന്ന ഒരു കാലത്തിലേക്ക് മടങ്ങി. അച്ഛ, എൻ്റെ അച്ഛ, പൊട്ടിക്കരയുന്ന ഒരു പെൺകുട്ടി. ഏകദേശം 18 വയസ്സ് കാണും. മരിച്ച ആളിൻ്റെ ഭാര്യ മകളെ ചേർത്ത് പിടിച്ചു വെങ്ങിപ്പൊട്ടുന്നു. പെട്ടെന്ന് ആ പെണ്ണ് കൃഷ്ണമേനോൻ്റെ നേരെ ചീറിയെടുത്തു. എന്തിനാ നിൽക്കണേ? കൊന്നില്ലേ എൻ്റെ അച്ഛനെ? ഇനിയെന്താ തനിക്ക് വേണ്ടേ? ദാ കത്തുന്നു, എടുത്തു തിന്നോ? അലറിക്കൊണ്ട് അവൾ അയാളുടെ ഷർട്ടിൽ പിടിച്ചുലച്ചു. പടക്കം പൊട്ടുന്ന പോലെ ഒരു ഒച്ച ഉയർന്നു. കൃഷ്ണമേനോൻ കൈ കുടയുന്നത് കണ്ടപ്പോൾ അടി പൊട്ടിയതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പിടിച്ചോണ്ട് പൊയ്ക്കോ, ഇല്ലെങ്കിൽ തന്ത പോയ വഴിക്ക് മോളും പോകും, അയാൾ അലറി. ആരൊക്കെയോ ചേർന്ന് അവളെ പിടിച്ചു മാറ്റി. മോളെ, പാറൂട്ടിയെ. അവളുടെ അമ്മ ഓടിയെത്തി മോളെ ചേർത്ത് നിർത്തി അടിയേറ്റ് വീങ്ങിയ അവളുടെ കവിളിൽ തലോടി. കൃഷ്ണമേനോൻ കോപം കൊണ്ട് വിറക്കുകയായിരുന്നു. കണ്ടുനിന്നവർ പാപമെന്ന് പരിതപിച്ചതല്ലാതെ ആരും അയാളെ ചോദ്യം ചെയ്തില്ല. അനുഭവിക്കും, താനും തൻ്റെ ആളുകളും എല്ലാം അനുഭവിക്കും. പാറു മേനോന് നേരെ കൈ ചൂണ്ടി ശപിച്ചു. എന്ത് തെറ്റാ എൻ്റെ അച്ഛൻ ചെയ്തേ? കാല് പിടിച്ച് പറഞ്ഞയല്ലേ അച്ഛനൊന്നും കട്ടില്ല എന്ന്. കൊന്നതാ, ഇയാളും ഇയാളുടെ ആളുകളും കൂടി കൊന്നതാ എൻ്റെ അച്ഛനെ. ആരും അവളുടെ വാകുത്തി. പിന്നെ അവൾ പറഞ്ഞത് ആർക്കും വ്യക്തമായില്ല. ചിറികൊട്ടി പുച്ഛം നിറഞ്ഞ ചിരിയോടെ കൃഷ്ണമേനോൻ അവിടെ നിന്നും മടങ്ങി. വല്യമ്പ്ര, കാര്യസ്ഥൻ്റെ ശബ്ദം അയാളെ ഉണർത്തി. വാ വല്യമ്പ്ര, മതി ഇവിടെ എങ്ങനെ നിന്നത്. മേനോൻ കലങ്ങി വീർത്ത കണ്ണുകളോടെ അയാളെ ഒന്ന് നോക്കി. അവളുടെ ശാപം അത് ഫലിച്ചു തുടങ്ങിയില്ലേ കുമാര? വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. മേനോൻ സ്വയം പഴിച്ചു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞത് കഴിഞ്ഞു. വേണ്ട പരിഹാരങ്ങൾ ഉടനെ ചെയ്യണം. തന്ത്രിയുടെ മകൻ വരട്ടെ, അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക? ഇടറിയ ശബ്ദത്തിൽ മേനോൻ പറഞ്ഞൊപ്പിച്ചു. അതേസമയം ദൂരെ മാറി ഒരു കാറ് ചാരി ശങ്കരനാരായണ തന്ത്രിയും മകനും നിൽക്കുന്നത് അവർ അറിഞ്ഞില്ല. ഉണ്ണി, അതാണ് കൃഷ്ണമേനോൻ. തന്ത്രി മേനോൻ്റെ നേരെ വിരൽ ചൂണ്ടി. കൂടെയുള്ളത് കാര്യസ്ഥൻ കുമാരൻ. അപ്പോൾ ഇവരാണ് ശ്രീപാർവതിയുടെ ജീവിതം തകർത്തവരിൽ ബാക്കിയുള്ളതല്ലേ? അയാൾ തന്ത്രിയെ നോക്കി. ഇവർ മാത്രമല്ല, ഇനി ഒരാൾ കൂടിയുണ്ട്, ഈ മേനോൻ്റെ ഒരു സുഹൃത്ത്. അയാൾ മറുനാട്ടിലെവിടെയോ ആണ്. തന്ത്രികൾ അത് പറഞ്ഞത് എവിടെ നിന്നോ ഒരു പുല്ല് ഉറക്കെ ചിലച്ചുകൊണ്ട് അവർക്കരികിൽ നിന്ന മരത്തിൽ വന്നിരുന്നു. തന്ത്രിയുടെ മകൻ അത് നോക്കി ചിരിച്ചു. പക്ഷേ അയാളിവിടെ വരുമച്ച. അവൾ കൊണ്ടുവരും. നോക്കട്ടെ അവളുടെ ഉദ്ദേശം എന്താന്ന്. നമുക്ക് മടങ്ങാം. അയാൾ തന്ത്രിയെ നോക്കി. ഇരുവരും കയറിയ വണ്ടി വന്ന വഴിയെ തിരിഞ്ഞതും മരക്കൊമ്പിലിരുന്ന പുല്ല് ശ്രീപാർവതിയായി രൂപം മാറി. വണ്ടിയുടെ കണ്ണാടിയിലൂടെ ആ രംഗം കണ്ട ദേവദത്തൻ്റെ കൈയും കാലും വിറച്ചു. ദേവ, പിന്നിൽ പലതും കാണും, അത് നോക്കണ്ട. കാര്യം മനസ്സിലായ തന്ത്രി അയാളെ നോക്കി പറഞ്ഞു. ഉണ്ണി, നീ എങ്ങനെ മനസ്സിലാക്കി 4-മനെ അവൾ ഇവിടെ എത്തിക്കുമെന്ന്? ചെറിയൊരു ചിരിയോടെ ഉണ്ണിത്തിരുമേനെ തന്ത്രിയെ നോക്കി. ലക്ഷണങ്ങൾ അത് സൂചിപ്പിച്ചു. തറവാട്ടിലേക്ക് പോയ കുമാരൻ തിരിച്ചു വന്നത് കണ്ടില്ലേ? മാത്രമല്ല, പുള്ളിൻ്റെ രൂപത്തിൽ ശ്രീപാർവതി നമ്മുടെ അടുത്തേക്ക് വന്നതും ഒരു ലക്ഷണം തന്നെ. അയാൾ ഇവിടെ വരും, അല്ല അവൾ വരുത്തും. വരട്ടെ, നോക്കാം. തന്ത്രികൾ ആലോചനയോടെ ഒന്നിരുത്തി മൂളി. ദിവസങ്ങൾ കടന്നുപോയി. ദേവകിയമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ എല്ലാം കഴിഞ്ഞു. കൃഷ്ണമേനോൻ്റെ മനസ്സ് ദിവസം ചെല്ലുന്തോറും ഭയം കൂടി വന്നു. അഭിമന്യുവിൻ്റെ മനസ്സ് കൂടുതൽ സംശയങ്ങൾ മുളപൊട്ടി. രാവിലെ പുറത്തുകൂടിയുള്ള കറക്കം കഴിഞ്ഞു വന്ന അഭിമന്യു ഡയറി എഴുത്തിൽ മുഴുകി. എന്തൊക്കെയോ രഹസ്യങ്ങൾ ബാക്കിയാക്കി വല്യമ്മ പോയി. വല്യച്ഛനിൽ നിന്നോ കുമാരേട്ടനിൽ നിന്നോ ഒന്നും അറിയാൻ സാധിക്കില്ല എന്നെൻ്റെ മനസ്സ് പറയുന്നു. ശ്രീപാർവതി മരിച്ചതിൽ വല്യമ്മയ്ക്ക് എന്താണ് പങ്ക്? ആരിൽ നിന്നാണ് സത്യം അറിയുക? പെട്ടെന്ന് കറണ്ട് പോയി.
റൂമിൽ കനത്ത ഇരുട്ട് പരന്നു. ആഞ്ഞു വീശുന്ന കിഴക്കൻ കാറ്റ് ജാലകവാതിലുകൾ ഇളക്കിയടിച്ചു. അഫി തീപ്പെട്ടി തപ്പിയെടുത്ത് മെഴുതിരി തെളിച്ചു. തിരിയുമായി മേശയുടെ അടുത്തേക്ക് എത്തിയ അയാൾ ഞെട്ടിവിറച്ചു. താൻ എഴുതി വെച്ച വരികൾ ആരോ വെട്ടിയിരിക്കുന്നു. ശ്രീപാർവതി മരിച്ചതിൽ നിന്ന് വെട്ടി ശ്രീപാർവതിയെ കൊന്നതിൽ എന്നാക്കിയിരിക്കുന്നു. അയാളുടെ മനസ്സിൽ ഭയം പെരുമ്പറ മുഴക്കി. ദൂരെ എവിടെയോ നായ്ക്കൾ ഓരിയിടുന്ന ശബ്ദം ജാലകത്തിലൂടെ കടന്ന് അയാളുടെ കാത് തുളച്ചു. മങ്ങിക്കത്തുന്ന മെഴുകുതിരി നാളത്തിൽ അയാൾ ഭിത്തിയിൽ ആ കാഴ്ച കണ്ടു. തനിക്ക് പിന്നിൽ ആരോ നിൽക്കുന്നു. അഴിഞ്ഞു കിടക്കുന്ന മുടി, ഒരു സ്ത്രീയാണെന്ന് ഉറപ്പ്. അഫി വെട്ടിത്തിരിഞ്ഞു. എന്നാൽ പിന്നിൽ ആരെയും കണ്ടില്ല. കാറ്റിന് അസ്ഥി തുളയ്ക്കുന്ന തണുപ്പുണ്ടായിട്ടും അഭിമന്യു വിയർപ്പിൽ കുളിച്ചു. ആരാ ഇവിടെ? എനിക്കറിയാം, ആരോ ഈ റൂമിലുണ്ട്. ആരാണെന്നാ ചോദിച്ച് അയാൾ ഒച്ച ഉയർത്തി. മറുപടി എന്നോണം ഒരു പൊട്ടിച്ചിരി മുഴങ്ങി. അഫി ചുറ്റും നോക്കിയെങ്കിലും ഒന്നും കാണാൻ സാധിച്ചില്ല. എന്തേ, ഭയം തോന്നുന്നുണ്ടോ? മാഷിനെ, ഞാൻ ഒന്നും ചെയ്യില്ല. ഇങ്ങനെ വെറുതെ നോക്കിയാൽ എന്നെ കാണാനും സാധിക്കില്ല. ആരാണെന്ന് പറ. അഭിയുടെ ശബ്ദം പതറി. പെട്ടെന്നാണ് അയാൾ അലമാരയുടെ മുകളിലിരുന്ന് ഒരു കരിമ്പൂച്ച തന്നെ നോക്കുന്നത് കണ്ടത്. അതിൻ്റെ കണ്ണുകൾ മെഴുകുതിരി നാളത്തിൽ രത്നം പോലെ തിളങ്ങി. പല്ലുകൾക്ക് പോലും ഒരു പ്രത്യേക തിളക്കമുണ്ടെന്ന് അഫിക്ക് തോന്നി. അയാൾ നോക്കിയിരിക്കെ അതിൻ്റെ രൂപം മാറി. അഫിയുടെ കണ്ണുകൾ ഭയം തളം കെട്ടി. പൂച്ചയുടെ സ്ഥാനത്ത് ശ്രീപാർവതിയെ കണ്ടത് അഫി ഞെട്ടി പിന്നോട്ട് മാറി. എന്തിനാ മാഷ് പേടിക്കുന്നേ? ഞാനൊന്നും ചെയ്യില്ല പറഞ്ഞില്ലേ? ചില സത്യങ്ങൾ മാഷ് അറിയണം, അത് പറയാനാണ് ഞാൻ വന്നത്. എന്ത് സത്യം? നീ എന്തിനാണ് എൻ്റെ പിന്നാലെ വരുന്നത്? എന്തിനാ വല്യമ്മയെ നീ കൊന്നത്? നീ എന്നെയും കൊല്ലില്ലാന്ന് എന്താ ഉറപ്പ്? അഫി വിറച്ചുകൊണ്ട് ചോദിച്ചു. എല്ലാം പറയാം മാഷേ, എല്ലാം വിധിയാണ്. അല്ലെങ്കിൽ കാളകെട്ടിയിലെ മഹാമാന്ത്രികൻ്റെ ബന്ധനത്തിൽ നിന്ന് മാഷിൻ്റെ കൈയാൽ എനിക്ക് മോചനം കിട്ടുമായിരുന്നു. സത്യത്തിൽ എൻ്റെ കഥ അറിയുമ്പോൾ മാഷ് തന്നെ പറയും ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന്. ശരിക്കും കഥ അല്ല, യാഥാർത്ഥ്യം. ശ്രീപാർവതി തൻ്റെ ജീവിതകഥ പറയാൻ തുടങ്ങി. അന്ന് മാഷിന് ഞാൻ കാണിച്ചു തന്ന ക്ഷേത്രമില്ലേ, അതിൻ്റെ അടുത്തായിരുന്നു എൻ്റെ വീട്. ഞാനും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. അച്ഛൻ ക്ഷേത്രത്തിൽ കണക്കെഴുത്തും കാര്യങ്ങളുമായി കൂടും. അമ്മ അടിച്ചു തള്ളി മാലകെട്ട്. അങ്ങനെ പഠിക്കാൻ മിടുക്കിയായിരുന്നുകൊണ്ട് ഞാൻ പഠനത്തിൽ ശ്രദ്ധ കൊടുത്തു. അങ്ങനെ സന്തോഷത്തോടെയുള്ള ജീവിതം. കൃഷ്ണമേനോൻ എന്ന മാഷിൻ്റെ വല്യച്ഛനായിരുന്നു ഈ നാടിൻ്റെ ജന്മി. എല്ലാവരും തമ്പുരാൻ എന്ന മേനോനെ വിളിച്ചിരുന്നേ. അച്ഛനും അമ്മയ്ക്കും മേനോൻ അദ്ദേഹം എന്ന് വെച്ചാൽ ജീവനായിരുന്നു. അങ്ങനെ ഒരിക്കൽ ക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ കഴിഞ്ഞ് കണക്കെടുപ്പ് നടത്തിയപ്പോൾ വലിയൊരു തുക കുറവ് കണ്ടു. എല്ലാവരും പാവ എൻ്റെ അച്ഛനെ സംശയിച്ചു. പക്ഷേ അച്ഛൻ ദേവിയുടെ സ്വത്ത് മനസ്സിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. ശ്രീപാർവതി പറയുന്നത് കേട്ട് അഭിമന്യു മിണ്ടാതെയിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മേനോൻ അദ്ദേഹം തന്നെ അവിശ്വസിക്കില്ല എന്ന് അച്ഛൻ എപ്പോഴും പറയായിരുന്നു. പക്ഷേ അവളൊന്ന് നിർത്തി. പക്ഷേ പറയൂ, എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അഫിക്ക് ആകാംക്ഷ അടക്കാൻ സാധിച്ചില്ല. പക്ഷേ അച്ഛൻ്റെ കണക്ക് കൂട്ടലുകൾ എല്ലാം തെറ്റായിപ്പോയിരുന്നു. കൃഷ്ണമേനോൻ അച്ഛൻ്റെ നേരെ തിരിഞ്ഞു. അവർ അച്ഛനെ കുറ്റവിചാരണ ചെയ്തു. ദേവിയുടെ നടയിൽ വെച്ച് അച്ഛൻ അയാളുടെ കാലു പിടിച്ചു പറഞ്ഞു അച്ഛൻ കട്ടിട്ടില്ല എന്ന്. പക്ഷേ ആരും അച്ഛൻ പറഞ്ഞത് കേട്ടില്ല. സത്യത്തിൽ പണം കെട്ടത് മേനോനും അയാളുടെ ശിങ്കിടികളും കൂടിയായിരുന്നു. എന്നിട്ട് അവരത് അച്ഛൻ്റെ തലയെ ചാത്തി. അഫിക്കതൊരു പുതിയ അറിവായിരുന്നതിനാൽ അത് അയാളെ ഞെട്ടലുളവാക്കി. പക്ഷേ വല്യച്ഛൻ വലിയ ദേവീഭക്തനാണല്ലോ. അഫി അവളെ നോക്കി. ഭക്തനോ? ആ നീചൻ കപടഭക്തനാണ്, പാർവതി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ ഒരിക്കൽ അച്ഛനോട് സംസാരിക്കാൻ വീട്ടിൽ വന്നു. പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കാം, വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞു. അതിന് പ്രതിഫലമായി അയാൾ ചോദിച്ചത് കേട്ട് അച്ഛൻ അന്നാദ്യമായി അയാളോട് ദേഷ്യപ്പെട്ടു. വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. പക്ഷേ അതോടെ അയാളുടെ ദേഷ്യം ഇരട്ടിച്ചു. അച്ഛനെ അവർ ക്ഷേത്രത്തിൽ കയറ്റാതെ പുറത്താക്കി. കടയിൽ നിന്നും സാധനങ്ങൾ കൊടുക്കരുത് എന്ന് മേനോൻ ഉത്തരവിട്ടു. ആരും മേനോൻ്റെ വാക്കുകൾ തെറ്റിച്ചില്ല. കുടുംബം പട്ടിണിയിലായി.
എല്ലാവരും ഞങ്ങളെ ഒറ്റപ്പെടുത്തി. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അഫി വിട്ടുമാറാത്ത ഭയത്തോടെ അവളെ നോക്കിയിരുന്നു. വല്യച്ഛൻ തൻ്റെ അച്ഛനെ രക്ഷിക്കുന്നതിന് എന്താണ് പ്രതിഫലം ചോദിച്ചത്? അതവൾ പറയാൻ തുടങ്ങിയതും ആരോ വാതിലിൽ ശക്തിയായി മുട്ടി. തൊട്ടുപുറകെ കൃഷ്ണമേനോൻ്റെ ശബ്ദവും വന്നു. ഉണ്ണി, ഈ ഇരുട്ടിൽ നീ ആരോടാ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? പെട്ടെന്ന് റൂമിൽ അഭിമന്യു തെളിയിച്ചു വെച്ചിരുന്ന മെഴുകുതിരി അണഞ്ഞു. റൂമിൽ അന്ധകാരം നിറഞ്ഞു. ഒരു ഇളം കാറ്റ് ജാലകത്തിലൂടെ പുറത്തേക്ക് പോയത് അഫി അറിഞ്ഞു. തൊട്ടുപുറകെ ജാലകവാതിൽ അടഞ്ഞു. ശ്രീപാർവതി പോയി കഴിഞ്ഞുവെന്ന് അഫിക്ക് മനസ്സിലായി. അയാൾക്ക് നിരാശയും ദേഷ്യവും ഒരുപോലെ വന്നു. നാശമെന്ന് പിറുപിറുത്തുകൊണ്ട് അയാൾ വാതിൽ തുറന്നു. പക്ഷേ പുറത്ത് കൃഷ്ണമേനോൻ ഉണ്ടായിരുന്നില്ല. അഫി ആകെ അമ്പരന്ന് നിന്നു. വല്യച്ഛൻ്റെ ശബ്ദം ഞാൻ വ്യക്തമായി കേട്ടതാണല്ലോ, എന്നിട്ടിപ്പോൾ എവിടെ പോയി? അയാൾ സ്വയം ചോദിച്ചു. സംശയം തീർക്കാൻ അഫി കൃഷ്ണമേനോൻ്റെ മുറിയിൽ ചെന്ന് നോക്കി. മേനോൻ കട്ടിലിൽ ഗാഠനിദ്രയിലായിരിക്കുന്നത് കണ്ടതോടെ അഫിയുടെ പേടി വർദ്ധിച്ചു. അയാൾ തൻ്റെ റൂമിലേക്ക് ഓടി. പെട്ടെന്നാണ് ഒരു അശരീരി പോലെ ആ വാക്കുകൾ അയാളുടെ ചെവികളിലേക്ക് ഒഴുകിയെത്തിയത്. അഭിമന്യു, അവൾ പലതും പറഞ്ഞുകൊണ്ട് അടുത്തുകൂടും. അത് നല്ലതല്ല. നിന്നിലൂടെ പ്രതികാരം ചെയ്യാനുള്ള അവളുടെ തന്ത്രമാണത്. ഈ ശബ്ദം ഇതെനിക്ക് നല്ല പരിചയമുണ്ട്. ആരാ അത്? ആരാ? അഭി ചോദിച്ചു. സമയമായില്ല കുട്ടി. ആവുമ്പോൾ സത്യം നിന്നെ തേടിയെത്തും. അതുവരെ കാത്തിരിക്കുക. അഭിയുടെ ബോധമണ്ഡലം പതിയെ മറഞ്ഞു. ഒരു പാവയെ പോലെ അയാൾ റൂമിലേക്ക് മടങ്ങി. രാവിലെ കാര്യസ്ഥനാണ് അഭിമന്യുവിനെ വിളിച്ചുണർത്തിയത്. തല വെട്ടിപ്പൊളിക്കും പോലെ അയാൾക്ക് തോന്നി. തലയ്ക്കാകെ ഒരു പെരുപ്പ്. എന്തൊക്കെയാണ് രാത്രിയിൽ സംഭവിച്ചത്? അയാൾ തലേന്ന് സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നായി ഓർത്തെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അവയൊന്നും അയാൾ ആരോടും പറഞ്ഞില്ല. കുമാരേട്ടാ, നല്ല കടുപ്പത്തിലൊരു കാപ്പി ഇട്ട് തരാമോ? അയാൾ കാര്യസ്ഥനെ നോക്കി. കുമാരൻ കാപ്പി തയ്യാറാക്കാൻ അടുക്കളയിലേക്ക് നടന്നു. മാസമുറ ആയതുകൊണ്ട് ലക്ഷ്മി അടുക്കളയിൽ കയറാതെ മാറിയിരിക്കുകയാണ്. കുമാരൻ നൽകിയ ചൂട് കാപ്പിയുമായി അഫി പൂമുഖത്തേക്ക് നടന്നു. കാപ്പി കപ്പ് ചുണ്ടോട് ചേർക്കുമ്പോഴേക്കും ആരോ പടിപ്പുര കയറി വരുന്നത് അഫി കണ്ടു. അയാൾ കപ്പ് താഴ്ത്തി വെച്ച് ആഗതനെ നോക്കി. വെള്ളമുണ്ടും ഇളം റോസ് നിറത്തിലുള്ള കുർത്തയുമാണ് വേഷം. നെറ്റിയിൽ ചന്ദനവും കുങ്കുമവും ഭസ്മവും മേൽക്ക് മേലെ ഒരേ ക്രമത്തിൽ തൊട്ടിരിക്കുന്നു. ഇടം കാതിൽ തിളങ്ങുന്ന ഒറ്റക്കടുക്കൻ. ചെറിയ കുറ്റിത്താടിയും പിരിച്ചുവെച്ച മീശയും അയാളുടെ പൗരുഷത്തിൻ്റെ മാറ്റുകൂട്ടുന്നതായി അഫിക്ക് തോന്നി. സൂര്യ തേജസ് തുടിക്കുന്ന മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയുമായി ആഗതൻ അഫിയെ നോക്കി. എന്താണ് സുഹൃത്തെ ഇങ്ങനെ ചിന്തിതനായി നിൽക്കുന്നത്? എന്നെ മുൻപ് കണ്ടിട്ടുണ്ടാവില്ല. ഓ! ഈ ശബ്ദം താൻ മുൻപെവിടെയോ കേട്ടു മറന്നതുപോലെ അയാൾക്ക് തോന്നി. പക്ഷേ എവിടെ? എന്താണ് അഭിമന്യു? ചോദ്യം കേട്ടില്ലേ? വേറെ ഏതോ ലോകത്തിലാണെന്ന് തോന്നുന്നു. ഒരു ഞെട്ടലോടെ അഫി ആ ശബ്ദം തിരിച്ചറിഞ്ഞു. അതെ, ഇന്നലെ രാത്രിയിൽ താൻ കേട്ട അതേ ശബ്ദം. മറുപടി പറയാൻ പറ്റാതെ അഭിമന്യു പകച്ചു നിൽക്കുമ്പോഴാണ് കാര്യസ്ഥൻ കുമാരൻ അങ്ങോട്ടേക്ക് എത്തിയത്. ആരാണ്? മനസ്സിലായില്ല. കുമാരൻ ആഗതനെ നോക്കി. കുമാരേട്ടൻ, മംഗലത്ത് കൃഷ്ണമേനോൻ്റെ വലം കൈയിൽ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ കാര്യസ്ഥൻ അല്ലേ? ആഗതൻ്റെ ചോദ്യം കേട്ടതും അഫിയെപ്പോലെ കുമാരനിലും അമ്പരപ്പ് പ്രകടമായി. എന്നാൽ അഫിയുടെ ചിന്ത തലേന്ന് കേട്ട അശ്രീരിയിൽ തന്നെ വട്ടം കറങ്ങി. കൃഷ്ണമേനോൻ അദ്ദേഹമില്ലേ? ആഗതൻ കുമാരനെ നോക്കി. ഉവ്, കയറി വരൂ. മൂവരും അകത്തേക്ക് കയറി. ആരാ കുമാര എന്ന ചോദ്യവുമായി കൃഷ്ണമേനോൻ അപ്പോഴേക്കും റൂമിൽ നിന്നും പുറത്തു വന്നു. നമസ്കാരം. വിശേഷങ്ങൾ അറിഞ്ഞു വരാൻ തക്ക സാഹചര്യമല്ലാത്തതിനാലാണ് വരാതിരുന്നത്. ആഗതൻ കൃഷ്ണമേനോനോടായി പറഞ്ഞു. എല്ലാം കഴിഞ്ഞു. എൻ്റെ ഒരു ഭാഗം നഷ്ടമായി. ഇരിക്കൂ. അയാൾ സെറ്റിയിലേക്ക് കൈ ചൂണ്ടി. ഞാൻ ആരാണ് എന്ന സംശയം എല്ലാവരിലും ഉണ്ട് അല്ലേ? എനിക്ക് നിങ്ങളെ എല്ലാവരെയും അറിയുന്ന സ്ഥിതിക്ക് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഉണ്ണി. ഉണ്ണിയെന്ന് പറയുമ്പോൾ അത് പേരല്ല, വിളിപ്പേരാണ്. ചിലർ രുദ്രനെന്നും വിളിക്കും. താനും ഒരു ഉണ്ണി ആണല്ലേ? അഫിക്ക് അത്ഭുതമടക്കാൻ സാധിച്ചില്ല. അയാൾ അർത്ഥശങ്കയോടെ തലകുലുക്കി. അപ്പോൾ പറഞ്ഞു വന്നത് ശരിയായ പേര് രുദ്രശങ്കരൻ.
രുദ്രശങ്കരൻ, ഉണ്ണിയെന്ന രുദ്രശങ്കരൻ. ആർക്കും ആ പേര് മുൻപെവിടെയും കേട്ടതായി ഓർമ്മയിൽ വന്നില്ല. ആലോചിച്ച് തല പെരുക്കേണ്ട. നിങ്ങൾക്ക് എന്നെ അറിയില്ല, ഈ പേര് പോലും. പക്ഷേ എൻ്റെ അച്ഛനെ പറഞ്ഞാൽ അറിയും. ശങ്കരനാരായണ തന്ത്രി. ഇടിവെട്ടിയതുപോലെ കൃഷ്ണമേനോൻ ചാടി എഴുന്നേറ്റു. അഭിയും കുമാരനും സമാന അവസ്ഥയിൽ തന്നെയായിരുന്നു. കാളകെട്ടിയിലെ മഹാമാന്ത്രികൻ്റെ മകൻ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തൊഴുതുകൊണ്ട് ആ കാലിലേക്ക് സാഷ്ടാംഗം പ്രണാമിച്ചു കൃഷ്ണമേനോൻ. എന്താണിത്? എന്നേക്കാൾ എത്രയോ മൂത്ത അങ്ങ് എൻ്റെ കാല് പിടിക്കുകയോ? ശിവ, എഴുന്നേൽക്കൂ. ആദി അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. രക്ഷിക്കണം, ഞങ്ങളെ രക്ഷിക്കണം. തന്ത്രി അദ്ദേഹം പറഞ്ഞിരുന്നു, ഉണ്ണിത്തിരുമേനിക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുമെന്ന്. നോക്കട്ടെ, ഇയാളാണ് വില്ലനല്ലേ? രുദ്രൻ അഭിയെ നോക്കി. അയാളൊന്നും മിണ്ടാതെ തലകുനിച്ചു. അല്ല, തിരുമേനിക്ക് കുടിക്കാൻ എന്താ? സംഭാരമോ അതോ പാലോ? കുമാരൻ പെട്ടെന്ന് വിഷയം മാറ്റി. അതിപ്പോൾ അല്പം ക്ഷീരമാവാം. ഇളം ചൂടുണ്ടെങ്കിൽ സന്തോഷം. അമ്മാളു കാരിസനകത്തേക്ക് നോക്കി വിളിച്ചു. ലക്ഷ്മിയുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി വാതിൽക്കൽ വന്നെത്തി നോക്കി. തിരുമേനിക്ക് കുടിക്കാൻ ഇളം ചൂടിൽ അല്പം പാലെടുക്കൂ. അവൾ തല കുലുക്കിക്കൊണ്ട് അകത്തേക്ക് പോയി. ആരാ അത്? രുദ്രൻ കൃഷ്ണമേനോനെ നോക്കി. അത് മോൾക്കൊരു സഹായത്തിന് ദേവകിയമ്മ പോയപ്പോൾ മറുപടി പറഞ്ഞത് കുമാരനാണ്. എപ്പോൾ മുതലാണ് അവളിവിടെ? അധികമായിട്ടില്ല, ഒരു 5 ദിവസം കഴിഞ്ഞു. അയാൾ കൈവിരൽ മടക്കി എന്തോ കണക്ക് കൂട്ടി. അപ്പോഴേക്കും വെള്ളോട്ട് മുരടയിൽ പാലുമായി അമ്മാളു അങ്ങോട്ടേക്കെത്തി. പാലിനായി രുദ്രൻ കൈ നീട്ടിയെങ്കിലും അവൾ മുരട അയാളുടെ മുൻപിൽ ഇട്ടിരുന്ന ചെറിയ ടേബിളിൽ വെച്ചിട്ട് മാറി നിന്നു. ചെറിയൊരു ചിരിയോടെ രുദ്രൻ മുരട കയ്യിലെടുത്തു. പെട്ടെന്ന് അയാളുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. എന്തേ തിരുമേനി, എന്തു പറ്റി? രുദ്രൻ്റെ മുഖത്ത് ഗൗരവം കണ്ട കൃഷ്ണമേനോൻ ചോദിച്ചു. ഒന്നുമില്ല, ഈ ക്ഷീരം തണുത്തതാണല്ലോ. കൃഷ്ണമേനോൻ അമ്മാളുവിൻ്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. യോ വല്യമ്പ്ര, ഞാൻ ഇളം ചൂട് തന്നെയാ പാലെടുത്തത്. ദാ ഇപ്പോൾ ചൂടാക്കിയതാണ്. ഓഹോ, എന്നിട്ട് ഇതെത്ര പെട്ടെന്ന് തണുത്തില്ലേ? കടന്നു പോവൂ. മേനോൻ സ്വരം കടുപ്പിച്ചുകൊണ്ട് പാൽ നിറച്ച മുരട കയ്യിലെടുത്തു. പെട്ടെന്ന് അയാളുടെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു. യോ തിരുമേനി, ക്ഷമിക്കണം, ഇതിന് ചൂടുണ്ടല്ലോ. രുദ്രൻ്റെ നെറ്റി ചുളിഞ്ഞു. അയാൾ മേനോൻ്റെ കയ്യിൽ നിന്നും അത് തിരിച്ചു വാങ്ങി. ശരിയാണ്, മുരടയ്ക്ക് പുറത്ത് ചൂട് അനുഭവപ്പെടുന്നു. അപ്പോൾ ആദ്യം തണുപ്പ് അനുഭവപ്പെട്ടത്. അയാൾ ചിന്തിതനായി. പെട്ടെന്ന് തൻ്റെ കയ്യിൽ വല്ലാതെ ചൂട് അനുഭവപ്പെടുന്നത് രുദ്രൻ അറിഞ്ഞു. മുരട ചുട്ടുപൊള്ളുന്നു. രുദ്രൻ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കി. കനത്ത ചൂടിൽ പാൽ തിളച്ചു തുടങ്ങി. പെട്ടെന്ന് തന്നെ അയാൾ കണ്ണടച്ചൊരു കൈകൊണ്ട് മുരട അടച്ചു പിടിച്ച് വരുണമന്ത്രം ചൊല്ലി. നിമിഷ നേരം കൊണ്ട് പാത്രത്തിന് ചൂട് കുറഞ്ഞു. രുദ്രൻ പതിയെ മുരട ചുണ്ടോട് ചേർത്തു. പക്ഷേ അതിൽ പാലില്ലായിരുന്നു. അയാളുടെ കണ്ണുകൾ ചുരുങ്ങി. കൃഷ്ണമേനോനും കൂട്ടർക്കും കാര്യങ്ങൾ വ്യക്തമായില്ല. ദാഹം അകറ്റും മുൻപുള്ള എന്തോ പതിവ് മന്ത്രജപം എന്നേ അവർ കരുതിയുള്ളൂ. രുദ്രൻ കഴുത്തിലണിഞ്ഞിരുന്ന രുദ്രാക്ഷമാലയിൽ കൈ ചേർത്ത് പുറത്തേക്ക് നോക്കി. പടിപ്പുരയിലിരുന്ന് ഒരു കരിമ്പൂച്ച തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് അയാൾ കണ്ടു. ഓഹോ, അപ്പോൾ ഇത് നിന്റെ കളിയാണല്ലേ? ആവട്ടെ, നമുക്ക് നോക്കാം ആർക്കാണ് ജയമെന്ന് അയാൾ മനസ്സിൽ പറഞ്ഞു. പടിപ്പുരയിലിരുന്ന കരിമ്പൂച്ച പൊടുന്നനെ അവിടെ നിന്നും അപ്രത്യക്ഷമായി. എന്തേ തിരുമേനി, പാൽ കുടിച്ചില്ലേ? മേനോൻ ഓർമ്മിപ്പിച്ചു. ഓ, അതൊരു പൂച്ച കുടിച്ചല്ലോ മേനോൻ അദ്ദേഹം. രുദ്രൻ ചിരിച്ചുകൊണ്ട് മുരട കയ്യിലിട്ട് അമ്മാനമാടി. പൂച്ചയോ? മൂവരും ഒരുപോലെയാണ് ചോദിച്ചത്. ആ ഒരു കള്ളിപ്പൂച്ച. പോട്ടെ, സാരമില്ല. നേരം ഇച്ചി ആയിരിക്കുന്നു. എനിക്കിനി ഒരാളെ കൂടി കാണാനുണ്ട്. മേനോൻ അദ്ദേഹം പേടിക്കണ്ട, അവളെ ഞാൻ ബന്ധിക്കും. തൽക്കാലം എല്ലാവർക്കും ഓരോ രക്ഷ തരാം, അത് ധരിക്കുക. പ്രത്യേകം ശ്രദ്ധ വേണം. രുദ്രൻ കയ്യിൽ കരുതിയ രക്ഷ ഓരോരുത്തർക്കും നൽകി. രജസ്വല ആയിരുന്നതിനാൽ ലക്ഷ്മിക്കുള്ള രക്ഷ അമ്മാളുവിനെ ഏൽപ്പിച്ചു. താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അയാൾ അഭിമന്യുവിനെ നോക്കി. ആ രക്ഷസ് പലതും പറഞ്ഞു തന്നെ സമീപിക്കും.
തൻ്റെ പ്രീതി പിടിച്ചുപറ്റി തന്നിലൂടെ പകരം വീട്ടാനാണ് അവളുടെ ശ്രമം. സൂക്ഷിക്കുക. രക്ഷ ഒരു രീതിയിലും അശുദ്ധമാവാനും കൈമോശം വരാനും പാടില്ല. ഇതുള്ളപ്പോൾ അവൾക്ക് നിങ്ങളെ ആരെയും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഏവരോടും യാത്ര പറഞ്ഞ് രുദ്രൻ മംഗലത്ത് വീടിൻ്റെ പടിയിറങ്ങി. അയാൾ നേരെ പോയത് വള്ളക്കടുത്ത് ഗ്രാമത്തിലെ പൊളിഞ്ഞു കിടക്കുന്ന ദേവീക്ഷേത്രത്തിലേക്കാണ്. അതേസമയം അമ്മാളു രക്ഷകളുമായി ലക്ഷ്മിയുടെ സമീപമെത്തി. ലക്ഷ്മി, എല്ലാവരും സൂക്ഷിക്കണമെന്ന തിരുമേനി പറഞ്ഞത്. ദാ രക്ഷയും തന്നു. നിനക്കുള്ളതും ഉണ്ട്. അവൾ രക്ഷകൾ ലക്ഷ്മിയെ നീട്ടി കാണിച്ചു. അഗ്നി കണ്ട് പെരുച്ചാഴിയെപ്പോലെ അവൾ പിന്നോട്ട് മാറി. നിനക്ക് വട്ടുണ്ടോ? ഒരു രക്ഷയും കൊണ്ട് വന്നിരിക്കുന്നു. അത് കളയാൻ അവൾ അമ്മാളുവിൻ്റെ നേരെ ചീറി. ലക്ഷ്മിയിലുണ്ടായ ഭാവവ്യത്യാസം അമ്മാളുവിനെ ഭയപ്പെടുത്തി. അവൾ പേടിച്ച് രക്ഷകൾ തൊടിയിലേക്ക് വലിച്ചിറഞ്ഞു. അവ കാട്ടിലേക്ക് മറിഞ്ഞു. അതേസമയം രുദ്രശങ്കരൻ ക്ഷേത്രത്തിന് സമീപമെത്തിയിരുന്നു. പെട്ടെന്ന് പിടിച്ചു നിർത്തിയ പോലെ അയാൾ അവിടെ നിന്നു. എന്തോ ആലോചിച്ചുറപ്പിച്ചതുപോലെ രുദ്രൻ വലതുകൈ മുൻപോട്ട് നീട്ടി. അമ്മാളു വലിച്ചെറിഞ്ഞ രക്ഷകൾ അയാളുടെ കയ്യിൽ വീണു. അയാൾ രക്ഷകൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് നരസിംഹമന്ത്രം ചൊല്ലി. ശേഷം കണ്ണു തുറന്ന് രക്ഷകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് അവ മുകളിലേക്ക് എറിഞ്ഞു. അന്തരീക്ഷത്തിൽ ഉയർന്ന രക്ഷകൾ 2 കൃഷ്ണപരുതുകളായി രൂപം മാറി മംഗലത്ത് തറവാടുള്ള ദിക്കിലേക്ക് പറന്നു. ശ്രീപാർവതി, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നീ അങ്ങോട്ട് പോയില്ലേ? ആവട്ടെ, നമുക്ക് കാണാൻ സമയമായില്ല എന്ന് കൂട്ടിക്കൊള്ളാം. അയാൾ തൻ്റെ മീശ ഒന്നുകൂടി പിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉച്ചയോടുകൂടി രുദ്രശങ്കരൻ കാളകെട്ടിയിലേക്ക് മടങ്ങിയെത്തി. അവിടെ അയാളെ കാത്ത് അഭിമന്യു നിൽക്കുന്നുണ്ടായിരുന്നു. ആളെ കണ്ടതും രുദ്രൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. എനിക്കറിയാമായിരുന്നു താൻ ഇവിടെ വരുമെന്ന്. വരാതെ പറ്റില്ലല്ലോ അല്ലേ? അകത്തേക്ക് വരിക. അഭിമന്യു രുദ്രനൊപ്പം അകത്തേക്ക് കടന്നു. ഇരിക്കൂ. രുദ്രൻ ചൂണ്ടിക്കാട്ടിയ കസേരയിൽ അഭിയിരുന്നു. അയാൾക്ക് എതിർവശത്തായി രുദ്രശങ്കരനും. പറയൂ, അഭിക്ക് എന്താണ് അറിയേണ്ടത്? അയാൾ അഭിമന്യുവിനെ നോക്കി. എനിക്കറിയേണ്ടത് ശ്രീപാർവതിയെക്കുറിച്ചാണ്. എനിക്കത് പറഞ്ഞു തരണം. എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? പറയൂ. ശ്രീപാർവതി നിർത്തിയിടത്തു നിന്ന് ഞാൻ ആരംഭിക്കാം. എന്താ, മതിയോ? രുദ്രൻ്റെ ചോദ്യത്തിന് പൂർണ്ണ സമ്മതം മൂളിക്കൊണ്ട് അഭിമന്യു അയാളുടെ വാക്കുകൾക്ക് കാതോർത്തു. തൻ്റെ വല്യച്ഛൻ, അതായത് മംഗലത്ത് കൃഷ്ണമേനോൻ, ശ്രീപാർവതിയുടെ അച്ഛനെ രക്ഷിക്കുന്നതിന് പകരമായി അയാളുടെ സുന്ദരിയായ ഭാര്യയെ ചോദിച്ചു. ഒരു രാത്രി വാര്യരുടെ ഭാര്യയെ തൻ്റെ തറവാട്ടിലേക്ക് അയക്കാനും പറ്റിയാൽ ശ്രീപാർവതിക്ക് ഒരു കൂട്ട് താൻ തരമാക്കാമെന്നും മേനോൻ അയാളോട് പറഞ്ഞു. അഫിക്ക് ആ വാക്കുകളിൽ വിശ്വാസം വന്നില്ല. അയാൾ നിഷേധ സൂചനയോടെ തലവെട്ടിച്ചു. തനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും, പക്ഷേ സത്യം അതൊരിക്കലും മാറ്റപ്പെടുന്ന ഒന്നല്ല. രുദ്രൻ അഫിയെ നോക്കി ചിരിച്ചു. ഒരു കാര്യം ചെയ്യൂ, കൈയും കാലും കഴുകി മന്ത്രപുരയിലേക്ക് വരൂ. തനിക്ക് സത്യം കണ്ടറിയാം. കഴിഞ്ഞ കാര്യങ്ങൾ കണ്ടറിയുകയോ? അതെങ്ങനെ സാധ്യമാവും തിരുമേനി? താൻ പറഞ്ഞത് അനുസരിക്കുക. മറുചോദ്യം വേണ്ട. രുദ്രൻ്റെ മുഖം ഗൗരവപൂർണമായി. പെട്ടെന്ന് അയാളിലുണ്ടായ മാറ്റം അഭിയുടെ നാവിനെ നിശബ്ദമാക്കി. മറുത്തൊന്നും ചോദിക്കാതെ അയാൾ രുദ്രൻ്റെ വാക്കുകളെ അക്ഷരം പ്രതി അനുസരിച്ചു. മാന്ത്രികപുരയിലെ ദേവാരമൂർത്തികൾക്ക് മുൻപിൽ നിറഞ്ഞു കത്തുന്ന വിളക്കുകളിൽ നെയ്യ് പകർന്ന് അവയെ കൂടുതൽ ജ്വലിപ്പിച്ചു രുദ്രൻ. അഭിമന്യു ഭക്തിയോടെ തൊഴുതു നിന്നു. ശേഷം മുൻപിൽ വിരിച്ചിരുന്ന പായയിലിരുന്നു. രുദ്രശങ്കരൻ മന്ത്രോച്ചാരണങ്ങൾ ഉരുക്കഴിച്ചു. അരിയും പൂവും എടുത്ത് അഫിയുടെ കയ്യിൽ കൊടുത്ത് 3 തവണ തലയ്ക്കൊഴിയാൻ കൽപ്പിച്ചു. അഫി തലയ്ക്കൊഴിഞ്ഞു നൽകിയ അരിയും പൂവും രുദ്രൻ ദേവിയുടെ കാൽക്കൽ സമർപ്പിച്ച് ദേവിയെ സ്തുതിച്ചു. തൻ്റെ കണ്ണുകൾ അടഞ്ഞു വരുന്നത് അഫി അറിഞ്ഞു. രുദ്രൻ ചൊല്ലുന്ന മന്ത്രങ്ങൾ വിദൂരതയിൽ നിന്നെന്ന വണ്ണം അയാൾ കേട്ടു. ശക്തമായ ദേവീ മന്ത്രങ്ങൾ പതിയെ അയാളുടെ മനസ്സിനെ വർഷങ്ങൾ പിന്നോട്ട് സഞ്ചരിപ്പിച്ചു. മേനോനു കൂട്ടരും കൃഷ്ണവാര്യരുടെ വീട്ടിലിരിക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ അയാൾ സ്വപ്നത്തിലെന്ന പോലെ കണ്ടു. വാര്യരെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. എന്തു ചെയ്യാം? സമൂഹത്തിലുള്ള എൻ്റെ നിലയും വിലയും അത് വാര്യരെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. കൃഷ്ണവാര്യർ ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നു. മേനോനെ കൊല്ലാനുള്ള ദേഷ്യം ഉള്ളിലുണ്ടെങ്കിലും അയാളത് പ്രകടിപ്പിച്ചില്ല.
അപ്പോൾ വാര്യരെ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഈ കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനൊരു വഴി പറയാം. വാര്യർ പ്രതീക്ഷയോടെ മേനോനെ നോക്കി. മേനോൻ അദ്ദേഹം പറയും പോലെ, ഞാൻ എന്ത് വേണം പറഞ്ഞാൽ മതി. നല്ലത്. പിന്നെ ഞാനൊരു സഹായം ചെയ്യുമ്പോൾ തിരിച്ച് എനിക്കെന്താ തരിക? വാര്യർ എന്തു പറയുമെന്നറിയാതെ പകച്ചു. അതിപ്പോൾ ഞാൻ അയാൾ വാക്കുകൾ കിട്ടാതെ വിഷമിക്കുന്നത് കണ്ട കൃഷ്ണമേനോൻ ഇടയ്ക്ക് കയറി. ഒരു കാര്യം ചെയ്യൂ വാര്യരെ, തൻ്റെ ഈ ഭാര്യയെ ഒരു ദിവസത്തേക്ക് മംഗലത്തേക്ക് അയക്ക്. അയാൾ കുമാരനെ നോക്കി ഒന്ന് കണ്ണടച്ച് ചിരിച്ചു. വെറുതെ വേണ്ട, തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്യാം. പറ്റിയാൽ തൻ്റെ മകൾക്ക് ഒരു കൂട്ടുമാക്കി തരാം. അത്രയും പറഞ്ഞുകൊണ്ട് ഒരു വഷളൻ ചിരിയോടെ അയാൾ വാര്യരുടെ ഭാര്യയെ നോക്കി. പ്രായം അറിയിക്കാത്തത്ര സൗന്ദര്യം അവർക്കുണ്ടായിരുന്നു. നല്ല ഐശ്വര്യം വിളങ്ങുന്ന മുഖമുള്ള അവരെ ആരുമൊന്ന് നോക്കിപ്പോകും. ആ സാധു സ്ത്രീ മേനോൻ്റെ വാക്കുകൾ കേട്ട് ഞെട്ടി. പൊതുജനമധ്യത്തിൽ വിവസ്ത്രയാക്കപ്പെട്ടതുപോലെ അവർക്ക് തോന്നി. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിമറഞ്ഞു. വാര്യരുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. മേനോൻ അദ്ദേഹം അയാൾ അലറിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. വീട്ടിലെ പെണ്ണുങ്ങളുടെ മാനം വിറ്റ് ജീവിക്കേണ്ട ഗതികേട് എനിക്കില്ല. അദ്ദേഹം എന്നും തമ്പുരാൻ എന്നുമൊക്കെ വിളിച്ച നാവുകൊണ്ട് തന്തയ്ക്ക് വിളിക്കേണ്ട എങ്കിൽ ഇറങ്ങിക്കോ എൻ്റെ വീട്ടിൽ നിന്നും. വാര്യർ ബാധ കൂടിയവനെ പോലെ വിറച്ചു. നിർത്തടോ. മേനോൻ ചാടി എഴുന്നേറ്റ് വാര്യരുടെ നേരെ കുതിച്ചു. രംഗം പന്തിയല്ല എന്ന് മനസ്സിലായ കുമാരനും കൂട്ടരും മേനോനെ വട്ടം പിടിച്ച് വലിച്ച് അവിടെ നിന്നുമിറങ്ങി. തിരികെ വീട്ടിലെത്തിയ കൃഷ്ണമേനോൻ ബെരുകിനെ പോലെ നടന്നു. ആ പകൽ തീരും മുൻപേ ഗ്രാമത്തിൽ മേനോൻ്റെ ഉത്തരവിറങ്ങി, കള്ളൻ ഭാര്യർക്കോ വീട്ടുകാർക്കോ പച്ചവെള്ളം പോലും കൊടുക്കരുത്. ഗ്രാമത്തിലെ എല്ലാ കടകളിലും വീടുകളിലും മേനോൻ്റെ ഉത്തരവ് കുമാരൻ എത്തിച്ചു. ഭാര്യരുടെ അവസ്ഥയിൽ വിഷമം തോന്നിയെങ്കിലും ഗ്രാമവാസികൾ മേനോൻ്റെ ഉത്തരവ് ലംഘിച്ചില്ല. മേനോൻ്റെ വാക്കുകൾ ധിക്കരിച്ചാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് ഓർത്ത് കടക്കാർ വാര്യർക്ക് സാധനങ്ങൾ നൽകുന്നതിൽ നിന്നും പിന്മാറി. ശ്രീപാർവതി മംഗലത്തെത്തി ദേവകിയമ്മയെ കണ്ട് കാലു പിടിച്ചു. രക്ഷിക്കണമെന്ന് പറഞ്ഞു കരഞ്ഞു. ദേവകിയമ്മ കരുണ കാണിക്കുമെന്ന പ്രതീക്ഷയാണ് അവളെ അവിടെ എത്തിച്ചത്. പക്ഷേ അവളുടെ പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന രീതിയാണ് ദേവകിയമ്മ സ്വീകരിച്ചത്. ഇറങ്ങിപ്പൊയ്ക്കോ. നിന്റെ അമ്മ ആ ശീലാവതിയുടെ അഹങ്കാരം തീരട്ടെ. എന്നിട്ട് അവളോടും നിന്റെ തന്തയോടും ഇവിടെ വന്ന് അദ്ദേഹത്തോട് മാപ്പ് പറയാൻ പറ. അദ്ദേഹം ഒന്ന് തൊട്ടാലങ്ങ് ഉരുകിപ്പോകുമോ അവളുടെ ശരീരം? അവർ പുച്ഛം നിറഞ്ഞ ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവളുടെ മുടിക്ക് പിടിച്ച് മുറ്റത്തേക്ക് തള്ളി. തെറിച്ചു വീണ ശ്രീപാർവതിയുടെ നെറ്റി മുറിഞ്ഞ് ചോരയൊഴുകി. മുറിഞ്ഞത് നെറ്റിയെങ്കിലും അവളുടെ ഹൃദയമാണ് വേദനിച്ചത്. ദേവകിയമ്മ ഒരു സ്ത്രീയാണോ എന്ന് അവൾ ചിന്തിച്ചു. ഒരു സ്ത്രീയിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്ന വാക്കുകളല്ല അവർ പറഞ്ഞത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇതിലും ഭേദം മരിക്കുന്നതല്ലേ എൻ്റെ ദേവി, അവൾ കരഞ്ഞുകൊണ്ട് സ്വയം ചോദിച്ചു. വള്ളക്കടത്ത് ഗ്രാമത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് അടുത്ത പകൽ ഉദിച്ചുയർന്നത്. ക്ഷേത്രത്തിൻ്റെ ആറാട്ടുകടവിൽ ഒരു ശവം പൊന്തിയിരിക്കുന്നു. കേട്ടവർ സംഭവ സ്ഥലത്തേക്ക് കുതിച്ചു. കടവിലേക്ക് ഇറങ്ങാൻ കെട്ടിയിരിക്കുന്ന കരിങ്കൽ പടവുകളോട് ചേർന്ന് കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് ശരീരം. ഇന്നലത്തെ മഴയിൽ ഒലിച്ചു വന്നതാവും. ആത്മഹത്യ തന്നെ. ആൾക്കൂട്ടത്തിൽ നിന്ന് ഓരോ വാദങ്ങൾ ഉയർന്നു. ദേവി, ആരാ ഇപ്പോൾ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യാൻ? ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് പള്ളിവാള് കുലുക്കി മേൽപോട്ട് നോക്കി. ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നതിനാൽ സ്ത്രീയോ പുരുഷനോ എന്ന് ആർക്കും വ്യക്തമായില്ല. ആരെങ്കിലും ഒന്നിറങ്ങി നോക്കൂ. വെളിച്ചപ്പാട് ചുറ്റും നോക്കി. ചെറുപ്പക്കാരായ 2 പേർ ഇറങ്ങാൻ തയ്യാറായി മുൻപോട്ട് വന്നു. കനത്ത ഒഴുക്കുണ്ടെങ്കിലും പടവിനോട് ചേർന്നുള്ള മരക്കുറ്റിയിൽ തങ്ങിയാണ് മൃതദേഹം നിൽക്കുന്നത്. പടവിൻ്റെ ഇടക്കല്ലിൽ കാലുറപ്പിച്ച് അവർ ആ ശരീരം വലിച്ചെടുപ്പിച്ചു. നീ അതൊന്ന് തിരിച്ചിട് കണ്ണ, ആണോ പെണ്ണോ എന്ന് അറിയട്ടെ. കരയിൽ നിന്നും ആരോ വിളിച്ചു പറഞ്ഞു. ചെറുപ്പക്കാരിൽ ഒരാൾ പതിയെ മൃതദേഹം മലർത്തി കിടത്തി. ആളുകൾ തിക്കിത്തിരക്കി മുൻപോട്ട് വന്നു. കണ്ണൻ തിരിച്ചിട്ട ശരീരത്തിൻ്റെ മുഖം കണ്ട നാട്ടുകാർ ഒന്നടങ്കം ഞെട്ടി. ചതിച്ചല്ലോ ദേവി. വെളിച്ചപ്പാട് നെഞ്ചിൽ കൈവച്ചു. കാട്ടുതീ പോലെ വാർത്ത പരന്നു. കൃഷ്ണവാര്യർ ആത്മഹത്യ ചെയ്തു. കേട്ടവർക്കാർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല. ആറാട്ട് കടവിലേക്ക് വള്ളക്കടത്ത് ഗ്രാമം ഒഴുകി. സംഭവം അറിഞ്ഞ വാര്യരുടെ ഭാര്യ യശോദ കുഴഞ്ഞു വീണു. ശ്രീപാർവതിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല.
ദേവിയുടെ സ്വത്ത് കട്ടതിൻ്റെ ശിക്ഷയാവും. മേനോൻ തമ്പ്രാനുമായുള്ള വാക്കുതർക്കം അറിഞ്ഞില്ലേ? സംശയം വേണ്ട, കൊന്നത് തന്നെ. ആളുകൾ അടക്കം പറഞ്ഞു. അതേസമയം മംഗലത്ത് തറവാട്ടിലും വിവരമെത്തി. മേനോനിൽ വലിയ ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ആ ശല്യം ഒഴിഞ്ഞല്ലേ കുമാര? അയാൾ കാര്യസ്ഥനെ നോക്കി. ഉവ്, ഇനിയിപ്പോൾ തമ്പ്രാന് കാര്യങ്ങൾ എളുപ്പമാണ്. കാര്യസ്ഥൻ അടക്കി ചിരിച്ചു. അവളുടെ ആ സൗന്ദര്യം അതെന്നെ മത്ത് പിടിപ്പിക്കുന്നു. അതെനിക്ക് അനുഭവിക്കുക തന്നെ വേണം. മേനോൻ മുഷ്ടി ചുരുട്ടി. അനുബന്ധ നടപടികൾ കഴിച്ച് കൃഷ്ണവാര്യരുടെ മൃതദേഹം ചിതയിലേക്ക് എടുത്തു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ശ്രീപാർവതിയും യശോദയും സമീപത്തിരുന്നു. തമ്പ്രാൻ വരുന്നു. ആളുകൾക്കിടയിൽ ഒരു മർമ്മരമുണ്ടായി. കൂടി നിന്നവർ ഇരുവശത്തേക്കും മാറി. കൃഷ്ണമേനോനും കാര്യസ്ഥനും മറ്റു രണ്ടുപേരും അങ്ങോട്ടേക്ക് നടന്നെടുത്തു. വാര്യരുടെ ചിതയ്ക്ക് തീ പിടിച്ചു കഴിഞ്ഞിരുന്നു. എൻ്റെ അച്ഛ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്രീപാർവതി അടുത്തിരിക്കുന്നു. മകളെ ചേർത്ത് പിടിച്ച് വിങ്ങിപ്പൊട്ടുന്ന യശോദയുടെ ശരീരത്തെ അയാളുടെ കണ്ണുകൾ കൊത്തിപ്പറിച്ചു. പെട്ടെന്ന് ശ്രീപാർവതി കൃഷ്ണമേനോൻ്റെ നേരെ ചീറിയെടുത്തു. എന്തിനാ നിൽക്കണേ? കൊന്നില്ല എൻ്റെ അച്ഛനെ. ഇനിയെന്താ തനിക്ക് വേണ്ടേ? ദാ കത്തുന്നു, എടുത്തു തിന്നു. അലറിക്കൊണ്ടവൾ അയാളുടെ ഷർട്ട് പിടിച്ചുലച്ചു. ആരും അങ്ങനെയൊരു രംഗം പ്രതീക്ഷിച്ചില്ല. ഒന്ന് പകച്ചുപോയ മേനോൻ ചുറ്റും നോക്കി. ആളുകളെല്ലാം ശ്രദ്ധിക്കുന്നു. ജനക്കൂട്ടത്തിൽ വച്ചൊരു പെണ്ണ് തന്നെ ആക്ഷേപിച്ചത് അയാളുടെ ആത്മാഭിമാനത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു. പടക്കം പൊട്ടുന്ന പോലെ ഒരൊച്ച ഉയർന്നു. കൃഷ്ണമേനോൻ കൈ കുടയെന്ന് കണ്ടപ്പോൾ അടി പൊട്ടിയതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പിടിച്ചോണ്ട് പോയിക്കോ, ഇല്ലെങ്കിൽ തന്ത പോയ വഴിക്ക് മോളും പോകും, അയാൾ അലറി. ആരൊക്കെയോ ചേർന്ന് അവളെ പിടിച്ചു മാറ്റി. മോളെ പാറൂട്ടിയെ യശോദ ഓടിയെത്തി. അവളെ ചേർത്ത് നിർത്തി അടിയേറ്റ് വീങ്ങിയ കവിളിൽ തലോടി. കൃഷ്ണമേനോൻ കോപം കൊണ്ട് വിറക്കിയായിരുന്നു. കണ്ടുനിന്നവർ പാവമെന്ന് പരിതപിച്ചതല്ലാതെ ആരും അയാളെ ചോദ്യം ചെയ്തില്ല. അനുഭവിക്കും, താനും തൻ്റെ ആളുകളും എല്ലാം അനുഭവിക്കും. പാർവതി മേനോന് നേരെ കൈ ചൂണ്ടി ശപിച്ചു. എന്ത് തെറ്റാ എൻ്റെ അച്ഛൻ ചെയ്തേ? കാല് പിടിച്ച് പറഞ്ഞയല്ലേ അച്ഛനൊന്നും കട്ടില്ല എന്ന്. കൊന്നതാ ഇയാളും ഇയാളുടെ ആളുകളും കൂടി കൊന്നതാ എൻ്റെ അച്ഛനെ. ആരോ അവളുടെ വാ പൊത്തി. പിന്നെ അവൾ പറഞ്ഞത് ആർക്കും വ്യക്തമായില്ല. ചിറികുട്ടി പുച്ഛം നിറഞ്ഞ ചിരിയോടെ കൃഷ്ണമേനോൻ അവിടെ നിന്നും മടങ്ങി. അമ്മയേക്കാൾ മിടുക്കിയാണല്ലോ മേനോനെ മോള്. മേനോൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായ രാഘവൻ ചുണ്ട് നനച്ചുകൊണ്ട് അയാളെ നോക്കി. എന്തേ രാഘവ, നിനക്കൊരു കണ്ണുണ്ടോ? എനിക്കെന്ന് തന്നെ തോന്നി. അതിപ്പോൾ മേനോനെ ചക്കര കണ്ടാൽ ഏത് ഉറുമ്പും ഒന്ന് രുചിക്കില്ലേ? അയാൾ വഷള ചിരിയോടെ മേനോൻ്റെ തോളിൽ തട്ടി. 18 തികഞ്ഞതേ കാണൂ. നല്ല വടിവത്ത ശരീരം. ആ സൗന്ദര്യം കണ്ടില്ലേ? നല്ല വിളഞ്ഞ ഗോതമ്പിൻ്റെ നിറം. ഓ, അയാൾ ഒരു ഭ്രാന്തനെ പോലെ തല കുടഞ്ഞു. അമ്മയെ തനിക്കും മോളെ എനിക്കും എന്ത് പറയുന്നു? അതല്ലേ അതിൻ്റെ ഒരു കണക്ക്. താൻ സമാധാനപ്പെടടോ. പയ്യെ തിന്നാൽ പനയും തിന്ന എന്നല്ലേ? മേനോൻ്റെ വാക്കുകൾ അവരെ ചിരിപടർത്തി. പെട്ടെന്ന് അഭിമന്യു ശ്വാസം ആഞ്ഞു വലിക്കാൻ തുടങ്ങി. പതിയെ അയാൾ കണ്ണു തുറന്നു. രുദ്രശങ്കരൻ ചെറിയൊരു ചിരിയോടെ മുൻപിലിരിക്കുന്നു. അല്പസമയം അകക്കണ്ണിൽ കണ്ട കാഴ്ചകൾ അഫിയെ അസ്വസ്ഥനാക്കിയത് അയാൾ മനസ്സിലാക്കി. ഇപ്പോൾ എന്തു പറയുന്നു? രുദ്രൻ അഭിമന്യുവിനെ നോക്കി. എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. വല്യച്ഛൻ ഇത്രയും വലിയ ക്രൂരനായിരുന്നുവോ? അതിന് ശ്രീപാർവതിയുടെ കഥ പൂർണ്ണമായില്ലല്ലോ. ബാക്കി കൂടി അറിയുമ്പോൾ മേനോൻ്റെ യഥാർത്ഥ മുഖം തനിക്ക് മനസ്സിലാവും. എന്നിട്ട് ബാക്കി എന്താ എനിക്ക് മുൻപിൽ തെളിയാത്തത്? അഫി സംശയം ഉന്നയിച്ചു. മന്ത്രശക്തി കൊണ്ട് ഒരു സാധാരണ വ്യക്തിക്ക് അറിയാൻ സാധിക്കുന്ന കാര്യങ്ങൾക്ക് പരിധിയുണ്ട്. അപ്പോൾ ബാക്കി സംഭവങ്ങൾ എനിക്കെങ്ങനെ അറിയാൻ സാധിക്കും? അഫിയുടെ സ്വരത്ത് നിരാശ കലർന്നു. താൻ നിരാശനാവാതെ. തെക്കും കൂറി ഒരു കർമ്മത്തിലാണ് അച്ഛൻ. അദ്ദേഹം മടങ്ങി വരുമ്പോൾ ബാക്കിയുള്ള സംഭവങ്ങൾ തനിക്ക് പറഞ്ഞു തരും. അതുവരെയും കാത്തിരിക്കുക, സൂക്ഷിക്കുക. അഭിമന്യു തലയാട്ടി. എങ്കിലും എല്ലാം അറിയാൻ സാധിക്കാത്തതിൻ്റെ നിരാശ ഭാവം അയാളെ മുന്നിട്ട് നിന്നു. രുദ്രശങ്കരനോട് യാത്ര പറഞ്ഞ് അഭിമന്യു അവിടെ നിന്നുമിറങ്ങി. അതേസമയം മംഗലത്ത് തറവാടിൻ്റെ പടിപ്പുര മുറ്റത്ത് ഒരു വിദേശ നിർമ്മിത കാർ വന്നു നിന്നു. സ്വർണ്ണ ഫ്രെയിമുള്ള കണ്ണടയും സിൽക്ക് ജുബയും കസവുകര മുണ്ടും ധരിച്ച ഒരാൾ കാറിൽ നിന്നുമിറങ്ങി. അയാളുടെ കയ്യിലും കഴുത്തിലും സ്വർണ്ണ ചെയിൻ ഒരു സുവർണ്ണ നാഗത്തെ പോലെ ചുറ്റിക്കിടന്നു.
പടിപ്പുര താണ്ടി വരുന്ന അതിഥിയെ കണ്ട കുമാരന് അയാളുടെ പത്രാസ് കണ്ടപ്പോൾ ചിരി വന്നു. തമ്പ്ര, ഒരു സ്വർണ്ണ പീടികയുടെ വിളംബരം വരുന്നുണ്ടിട്ടോ, കുമാരൻ മേനോനെ നോക്കി പറഞ്ഞു. ആഗതൻ അരികിലെത്തിയപ്പോൾ കൃഷ്ണമേനോൻ പതിയെ കളത്തിലേക്കിറങ്ങി. ആരാ, മനസ്സിലായില്ല. അയാൾ ആഗതനെ സൂക്ഷിച്ചു നോക്കി. അയാളൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. പിന്നെ അതൊരു പൊട്ടിച്ചിരിയായി. കാരീസൻ കുമാരന് ദേഷ്യം ഇരച്ചു കയറി. എന്താ കളിയാ? ആരാ ചോദിച്ചപ്പോൾ ചിരിക്കേ? വന്ന സ്ഥലം മാറി തോന്നുന്നു. അതോ തലയ്ക്ക് സ്ഥിരത ഇല്ലാഞ്ഞിട്ട് ആണോ? അയാൾ അല്പം ഒച്ചയുയർത്തി. ആഗതൻ പെട്ടെന്ന് കുമാരന് നേരെ തിരിഞ്ഞു. കാരീസൻ കുമാര, കൃത്യമായ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. അയാൾ തന്നെ പേരെടുത്ത് വിളിച്ചതും കുമാരനിൽ അത്ഭുതവും ഒപ്പം ആളെ തിരിയാത്തതിലുള്ള ജിജ്ഞാസയും മിന്നിമാഞ്ഞു. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ കൃഷ്ണമേനോന് ആഗതനെ മനസ്സിലായി. രാഘവൻ. മേനോൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ആ, അതെന്നെ. വയസ്സും പ്രായവും ആയപ്പോൾ ഓർമ്മ പോകും, സാധാരണമാണ്. പക്ഷേ ഈ രാഘവൻ്റെ ഓർമ്മയ്ക്ക് ഇപ്പോഴും നല്ല ശക്തിയാണ്. അയാൾ വീണ്ടും പൊട്ടിച്ചിരിച്ചു. എത്ര നാളായിടോ തമ്മിൽ കണ്ടിട്ട്? കൃഷ്ണമേനോൻ രാഘവനെ വാരിപ്പുണർന്നു. പഴയ സുഹൃത്തിൻ്റെ ആഗമനത്തിൽ സന്തോഷം ഉൾക്കൊണ്ട കുമാരൻ എല്ലാത്തിനും സാക്ഷിയായി കൈകെട്ടി നിന്ന് മന്ദഹിച്ചു. മംഗലത്ത് പഴയകാല സുഹൃത്തുക്കൾ ഒന്നിക്കുമ്പോൾ കാളകെട്ടിയിലെ മന്ത്രപ്പുരയിൽ ആ കാഴ്ച കണ്ട് ഊറിച്ചിരിച്ച് രുദ്രശങ്കരൻ. ഒടുവിൽ നീ അയാളെയും എത്തിച്ചു. പക്ഷേ വൈകിപ്പോയല്ലോ ശ്രീപാർവതി. ഇനി വെറും 8 നാൾ. 9-ാം നാൾ അർദ്ധരാത്രിയിൽ നിന്നെ ഞാൻ ബന്ധിക്കും, രുദ്രൻ മനസ്സിൽ പറഞ്ഞു. എന്നാൽ പത്തായപ്പുരയുടെ ഇടനാഴികൾക്കിടയിൽ നിന്നും 2 കണ്ണുകൾ മേനോനെയും കൂട്ടരെയും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. മൂവരും മംഗലത്ത് വീടിൻ്റെ പൂമുഖത്തേക്ക് കയറിയതും പടിപ്പുരയുടെ മുകളിലിരുന്ന 2 കൃഷ്ണപരുന്തുകൾ വാനിലേക്ക് പറന്നു പൊങ്ങി. പത്തായപ്പുരയുടെ ഇടനാഴികൾക്കപ്പുറം കണ്ട കണ്ണുകളിൽ പരുന്തുകളുടെ ശ്രദ്ധ പതിച്ചതും അവർ ചിറികൊണ്ട് അങ്ങോട്ടേക്കെടുത്തു. എന്നാൽ പരുന്തുകളുടെ വരവ് കണ്ട മാത്രമേ തന്നെ ആ കണ്ണുകൾ അവിടെ നിന്നും മാറി. പാഞ്ഞെടുത്ത പരുന്തുകൾ ഇടനാഴിയിൽ ചിറകിട്ടടിച്ചു. വളഞ്ഞുകൂർത്ത ചുണ്ടുകൾ കൊണ്ടവ മര ഇടനാഴി കൊത്തിപ്പറിച്ചു. ഈ പ്രേതകഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ദ രക്ഷസിൻ്റെ തുടർക്കഥയുമായി വീണ്ടും കാണാം.